എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കൈലാസ് ഇഷിതയെ തറ പറ്റിച്ച സന്തോഷത്തിലായിരുന്നു. കാരണം അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റി. താൻ കുടുങ്ങണ്ടാണ്. കൃത്യസമയത്ത് തന്നെ എന്താണ് പാസ്വേഡ് ഒക്കെ കിട്ടിയോണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ആ ഒരു സന്തോഷത്തിലായിരുന്നു കൈലാസ്. അപ്പോഴേക്കും മഞ്ജിമ അങ്ങോട്ടേക്ക് വന്നു. മഞ്ജിമ വന്നിട്ട് ചോദിച്ചു, അല്ല കൈലാസേനൻ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ, എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയണം. അതെന്താ കൈലാസാട്ട അങ്ങനെ പറഞ്ഞേ? ഞാൻ നിന്നെ കരുതി എങ്ങോട്ടേക്ക് വന്ന് ഇന്ന് അറിയാലോ, നിനക്കറിയാലോ നിന്നോട് എനിക്ക് എത്ര സ്നേഹമുണ്ടെന്ന്. പക്ഷെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് എന്നെ ക്രൂശിക്കുകയല്ലേ ചെയ്തേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അത് കേട്ടതും മഞ്ജു പറഞ്ഞു, വിഷമിക്കണ്ട കൈലാസേട്ട, ഞാനില്ലേന്ന് ചോദിക്കുക. എനിക്ക് ഇവിടുന്ന് പോയാൽ മതി. ഇവിടെ നാണം കിട്ടി നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു, അത് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്നോ, ഞാൻ പോയിക്കോളാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം. പക്ഷെ എന്നാലും എന്നെ ഇവിടെ നിൽക്കാനായിട്ട് ഇനി നിർബന്ധിക്കില്ലെന്ന് പറയണം. കൈലാസിന് എങ്ങനെയാലും അവിടെ നിന്ന് മുങ്ങണം. കുറച്ച് പൈസ കയ്യിലുണ്ടല്ലോ. മഹേഷ് ഇഷിതയായിട്ട് രണ്ടുപേരും കൂടെ 10-40 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, കടമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പണം കയ്യിൽ ഇരിപ്പുണ്ട്, കുറേ പൈസയുണ്ട്. അപ്പോൾ അത് തീരുന്നോടം വരെ ഇനി പോയി ആവശ്യമാകാം, എല്ലാം ചുറ്റിക്കറങ്ങി നടക്കാമല്ലോ. ആ ഒരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ചിപ്പിമോൾ വന്നിട്ട് അവിടെയൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തേന്ന് ചോദിക്കണം. ഇത് കേട്ട മഞ്ജിമ ചോദിച്ചു, ഏതമ്മ? എൻ്റെ അമ്മ, വേറെ ആരാന്ന് ചോദിക്കണം. നിൻ്റെ അമ്മ എവിടെയാന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് പറയാനാന്ന് ചോദിക്കണം. ഇത് കേട്ടോണ്ടാണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത്. സ്വപ്നവല്ലി എന്നിട്ട് ചോദിച്ചു, എന്താ മഞ്ജിമേന്ന് ചോദിക്കണം. അതെ ചിപ്പിമോൾക്ക് ഇപ്പോൾ അവളുടെ അമ്മയെ കാണുമെന്ന്. ഏതമ്മേ? നിനക്കിനി അമ്മയൊന്നും ഇല്ല. നിനക്ക് നിൻ്റെ ഈ അച്ചമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇതെന്താ അച്ഛമ്മ ഇങ്ങനെ പറയണേ? എനിക്ക് എൻ്റെ ഇഷിതാമേനെ കാണണമെന്ന് പറയാം. അവളുടെ ഒരു ഇഷിതാമ മിണ്ടായിരുന്നാണ് അവിടെ. അവള് അമ്മയാണ് പോലും, അവളെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ട ചിപ്പിമോള് പറഞ്ഞു, ഇതെന്തൊക്കെയാ അച്ഛമ്മ ഈ പറയണേ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. മിണ്ടിപ്പോയേക്കരുത്, മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങിപ്പോയി ഇരുന്നോളാൻ പറയണം. അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചിപ്പിമോള് ഓടി ഡാഡി എന്ന് പറഞ്ഞു ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ ഇഷിതാമ്മ എന്തിയെ? ഇഷിതാമ്മയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛമ്മ എന്നോട് ചീത്ത പറയാമെന്ന് പറയണം. അത് കേട്ടതും മഹേഷ് പെട്ടെന്ന് സ്വപ്നവല്ലിയെ നോക്കി. സ്വപ്നവല്ലിക്ക് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ചിപ്പിമോളോട് പറഞ്ഞു, അതെ ഇഷിതാമ്മ വീട്ടിൽ പോയേക്കാം, മോളൊരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം. അങ്ങനെ ചിപ്പിമോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് നേരെ സ്വപ്നവല്ലിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിനിറങ്ങാൻ ശ്രമിക്കണ്ട. അവളുടെ അമ്മയെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് ആ മനസ്സിനെ വേദനിപ്പിക്കേണ്ട കാര്യം ഇവിടെ ആർക്കുമില്ല. ഇതാ ആദ്യമായിട്ട് അവസാനമായിട്ട് പറയുന്ന, ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, കുഞ്ഞിനോട് പറയുന്ന ഭാഷയ്ക്കൊക്കെ അതിൻ്റെതായ രീതിയും കാര്യങ്ങളുണ്ട്. അറിയാലോ, അവൾ കുഞ്ഞാണ്, അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. വെറുതെ അവളെങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് കയറി പോവണം. ആ പോക്ക് കണ്ടപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, വീണ്ടും അവൻ്റെ മനസ്സ് മാറി വരുന്നുണ്ടെന്ന് തോന്നിയെന്ന് പറയണം. അത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു, അത് ശരിയാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അവൾ വീണ്ടും വശീകരിച്ചെടുക്കുമെന്ന് പറയണം. കൈലാസ് പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇഷിത അടുത്തേക്ക് ചെല്ലുവാണ്. ഇഷിത മുറിയിലുണ്ടായിരുന്നു. ഓടിച്ചെന്നത് ഇഷിതാമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എന്താ ഇഷിതാമ്മ ഇവിടെ ഇരിക്കുന്നത്? അങ്ങോട്ട് വരാത്ത എന്താന്ന് ചോദിക്കുക. അതെ ഇനി കുറച്ച് ദിവസം ഇഷിതാമ്മ ഇവിടെ ആയിരിക്കും. അതെന്താ ഇവിടെ? അങ്ങനെയാണെങ്കിൽ ചിപ്പിമോൾ ഇവിടെ ആയിരിക്കും എന്ന് പറയാം. അത് ശരിയാകത്തില്ല. ചിപ്പിമോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഡാഡി തന്നെ ആവില്ലേന്ന് ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷിതാമ്മയുടെ അടുത്ത് നിന്നാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാഷും പ്രിയാമണിയും കൂടെ വരുവാണ്. പ്രിയാമണി ഇങ്ങനെ ചിപ്പിമോളെ നോക്കുകയാണ്. ഈ സമയത്ത് ചിപ്പിമോൾക്കാണ് ആകെപ്പാടെ സങ്കടം ഇഷിത അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട്. പിന്നീട് പ്രിയാമണി ചിപ്പിമോളോട് ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അതെ മോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം. വേണ്ട, ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളെന്ന് പറയണം. അത് കേട്ടതും മാഷ് പറഞ്ഞു, അവൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, നിൽക്കട്ടെ പ്രിയാമണി എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? എന്താണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഇവിടെ നിർത്തേണ്ട കാര്യമില്ലെന്ന് പറയണം. നമ്മുടെ മോളെ വേണ്ട, പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അമ്മേ വേണ്ട, അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും വേണ്ട, മോൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ടെന്നൊക്കെ പറയണം. പിന്നീട് ചിപ്പിയെ ചേർത്ത് പിടിച്ചിട്ട്, ബാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞു. കുറേ വിശേഷങ്ങളുണ്ട് സ്കൂളിൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ചിപ്പിമോള് തയ്യാറെടുക്കണം. അവൾക്കാണെങ്കിൽ ഇഷിതയോട് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, എന്നാലും ചിപ്പിമോൾക്കൊരു സന്തോഷമാവത്തുള്ളൂ. അപ്പം അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയുവാണ് ഇഷിതയോട്.
ഈ സമയം ആകാശ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ സന്തോഷത്തോട് കൂടി ചെന്ന് രചനയെ വിളിക്കുകയാണ്. അപ്പം രചന അധികം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അല്ലെങ്കിൽ തന്നെ രചനയ്ക്ക് ആകാശിന്റെ സ്വഭാവമൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് രചന കുറച്ച് അകന്നാണ് അവനുമായിട്ട് കഴിഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഇപ്പം മഹേഷിന്റെ കുറ്റങ്ങളും കാര്യങ്ങളും ഒന്നും മോന് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ആദ്യമൊട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ലായിരുന്നു. പിന്നീട് ഭയങ്കര സന്തോഷത്തോടെ രചനയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ രചന എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ആകാശം അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ കാര്യം എന്ന് ചോദിക്കണം. അപ്പോഴേക്കും രചനയുടെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടമൊക്കെ ഇറക്കുകയാണ്. എന്താ ആകാശിന്റെ എന്താന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആദ്യം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയണം. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അതുണ്ടല്ലോ, ഇഷിതയും മഹേഷും കൂടെ പിരിയാൻ പോവാന്ന് പറയണേ. പിരിയാനോ? എന്തൊക്കെ ആകാശി പറയണേ? സത്യമായിട്ടുള്ള കാര്യമാണ്. ഇഷിത ഇപ്പൊ ഇഷിതയുടെ വീട്ടിലാ. മഹേഷ് അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഡിവോഴ്സ് ആവെന്ന് പറയാം. നിങ്ങളോട് ആരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ആദ്യം പറഞ്ഞു, സത്യമാണോ അങ്കിളെ പറയണമെന്ന് ചോദിക്കും. അതേന്ന് പറയണം. അല്ല മോന് സന്തോഷമായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അവരാ സ്ത്രീ ഇച്ചിരി പാവാന്ന് തോന്നേ. അത്ര വലിയ കുഴപ്പക്കാരിയൊന്നും ആണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അത്ഭുതത്തോടു കൂടി ആകാശം ചോദിച്ചു, നീ എന്തൊക്കെയാ ആദ്യം പറയണേ? ഇപ്പം നീ എന്താ അവരുടെ ഭക്ഷത്താണെന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങളെ, അവരൊരു നല്ല സ്ത്രീയാന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയാണ്. മിക്കവാറും ഇത് എൻ്റെ ഡാഡിയുടെ ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഒഴിഞ്ഞു പോകുന്നതാണെന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, വേണ്ട മോനെ, നീ അനാവശ്യമായിട്ട് പറയണ്ട, നീ അപ്പുറത്തേക്ക് പോയിക്കോളാൻ പറയണം. രചനയ്ക്കറിയാം ഇനിയിപ്പോൾ ആദ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തിയറച്ചിട്ട് കാര്യമില്ല. ആകാശിന്റെ സ്വഭാവം എപ്പോഴും ഏത് നിമിഷവും മാറുന്നു പറയാൻ പറ്റില്ല. ഒന്നിന്റെ സ്വഭാവം മാറുന്ന പോലെയാ. ആ സമയം ആകാശ് പറഞ്ഞു, രചന നീ എന്തിനാ എന്നിൽ നിന്ന് ഒരു അകല് വിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കണം. അതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവർ പിരിയാതിരിക്കട്ടെ, അതിനെനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ലെന്ന് പറയണം. ഓഹോ ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ കരുതി നിനക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കുന്നു. അതെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാന്ന് പറയണം. പിന്നെന്താ നമുക്കൊന്ന് എൻജോയ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, എനിക്കതിന് ഒട്ടും താല്പര്യമില്ല ആകാശേ. അല്ലെങ്കിലും ആകാശിന്റെ സ്വഭാവം ഞാൻ ശരിക്കും മനസ്സിലാക്കിയോളാം. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആകാശിന് അറിയാനുള്ള കാര്യം എന്താന്ന് വേറൊരു നിവൃത്തി നിർവാഹം ഇല്ലാത്തതുകൊണ്ട് മാത്രം മേലല് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വല്ലതെന്ന് പറഞ്ഞ് രചന അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആകാശ് ആകെപ്പാടെ വെള്ളറി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആകാശ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ പോയി വിളവുകയാണെ പോട്ടെ, തനിക്ക് പുല്ലെന്നുള്ള രീതിയിൽ പിന്നീട് ആകാശം അവിടെ നിൽക്കുക. ആ സമയത്ത് കൈലാസ് എല്ലാം കെട്ടിപ്പൊറുക്കൊണ്ട് കൊണ്ടാനുള്ള. അപ്പോഴേക്കും മഞ്ജിമ അങ്ങോട്ടേക്ക് കയറി വന്നു. മഞ്ജിമ വന്നപ്പോൾ കൈലാസ് പറഞ്ഞു, അതെ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. എന്നാലും കൈലാസേട്ടാ ഞാനിവിടെ വരട്ടേന്ന് ചോദിക്കുകയാണ്. എന്തിന്? നീ ഇവിടെ നിന്നാൽ മതിയെന്നേ. അവിടെ ചെന്ന് എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകേണ്ട വരുമല്ലോ. അപ്പം നീ അവിടെ തനിച്ചാവില്ലേ? അതേപോലും അവന് വേറെ പെണ്ണുങ്ങളോട് പോയി കറങ്ങാനായിട്ട് പോകുന്ന പോക്കാണത്. അത് പക്ഷെ മഞ്ജിമയ്ക്ക് അറിയത്തില്ലല്ലോ. മഞ്ജിമയുടെ വിചാരം തൻ്റെ ഭർത്താവ് എന്തോ വലിയ സത്യവാനാ എന്നൊക്കെ ഓർത്തോണ്ടാ അവളിരിക്കുന്നത്. പിന്നീട് പറഞ്ഞു, എന്നാൽ ശരി ഞാനെന്നെങ്കിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കെട്ടിപ്പറിക്കാൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഇഷിത ധർമ്മ സങ്കടത്തിൽ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സുമിത്രയും അനുഗ്രഹം കൂടെ അങ്ങോട്ട് ചെന്നു. പിന്നീട് എന്താ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയണം. വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനിട്ട് നമ്മളൊരു ഇടിവിട്ട് പണി കൊടുക്കാൻ പോയല്ലേന്ന് ചോദിക്കണം. അനുഗ്രഹം പറഞ്ഞു, അത് സുജി അവനെ വെറുതെ വിടല്ല, അവന് ഒരിക്കലും മറക്കാത്തൊരു പണി വേണം കൊടുക്കാനായിട്ട്. അവൻ്റെ മരണം വരെ അവനത് ഓർത്തിരിക്കണം എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന് പറയണം. എത്ര വലിയ കാര്യമാണെങ്കിലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, അവനെ വെറുതെ വിടത്തില്ല. എൻ്റെ ഇഷ്ടേച്ചിനെ നോവിച്ചവനാണെങ്കിൽ അവനായിട്ടുള്ള പണി കൊടുക്കുമെന്ന് പറയണം. അനുഗ്രഹം പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഇഷ്ടേച്ചിക്ക് അറിയാവോ, അന്ന് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് അവൻ എനിക്ക് ക്ഷയിക്കാണ്ട് തന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ തിരുമ്മി കൈയെന്ന് വിടാതെ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ ഇവനാൾ ശരിയല്ലോന്ന്. ഒരു വിധത്തെയും കൈ ബലമായിട്ട് വലിച്ചെടുക്കുക ചെയ്തതെന്ന് പറയണം. സുമിത്ര പറഞ്ഞു, എന്നിട്ട് എന്താ അനുഗ്രഹം ആ നേരത്തെ പറയാൻ മേലായിരുന്നോ? അന്നെങ്കിൽ അവൻ നേരത്തെ നമുക്ക് കൈകാര്യം ചെയ്യാറുന്നല്ലോ എന്ന് പറയണം. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ, എന്ത് വേണം നമുക്ക് ചിന്തിക്കാം എന്നൊക്കെ പറയണം. പിന്നീട് വിനോദ് എന്ത് ചെയ്യുവാണ്, വിനോദ് മയൂരിയെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യം കൂടി തീരുമാനം ഉണ്ടാക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൾ എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ അറിയണം. കാരണം തൻ്റെ ഏടത്തിനെ കുടുക്കിയത് അവൾ ഒറ്റ എടുത്തിയാണ്. അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവളുടെ കുടുംബം കുട്ടിച്ചോറാക്കും. അവളുടെ മാത്രമല്ല കൈലാസ് എന്ന് പറയുന്നവനെ. അങ്ങനെ രണ്ടിടത്തിനും കൂടെ പൊളിച്ചെടുക്കാനായിട്ട് വിനോദ് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.